കൺമണി മോള് തുമ്പി വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ടല്ലേ? ആ ശരി, വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കും. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ആ ശരി, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ആ ബീച്ചിൽ പോവാം നമുക്ക്. ആ ബീച്ചിൽ പോവാം. എന്നാ നമുക്ക് അമ്മയോട് ചോദിച്ചിട്ട് വരാം. ആ ശരി. അമ്മേ, എന്താ മക്കളെ? അമ്മ നമുക്ക് ബീച്ചിൽ പോയാലോ? അതിനെന്താ, പോവാലോ. നമുക്ക് അച്ഛനെ കൂടെ വിളിച്ചാലോ? അച്ഛനെ അങ്ങനെ വിളിക്കണം മക്കളെ, അച്ഛൻ ജോലിയല്ലേ. അച്ഛന് ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നേ. അച്ഛനിപ്പോ ഫുൾ ടൈം ജോലിയാ. അതുകൊണ്ടല്ലേ അവിടെ 1 മാസം നിൽക്കാൻ പോയത് അച്ഛൻ ജോലി സ്ഥലത്ത്. 2-3 ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ വരും. പിന്നെ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ എഴുന്നേറ്റ് പോയി പിന്നെ വൈകിട്ട് വരുന്ന അതുപോലെ ആവും. നമുക്കൊന്ന് ബീച്ചിൽ പോകുമ്പോൾ ശിവാനിയുടെ അമ്മയെ കൊണ്ടുപോയാലോ? അതിനെന്താ, അവരെ കൊണ്ടുപോകാലോ. അതിനുമ്പേ അവരുടെ സമ്മതം കൂടി ചോദിച്ചിട്ട് വാ. ആ ഞാൻ പറയാം ആരൊക്കെ പോണ്ടേന്ന്. കണ്ണനും കൺമണിമോളും വെക്കോ, തുമ്പിയോട് ഇരിക്കട്ടെ. ആ ശരി അമ്മേ. വാടി കൺമണിമോളെ. അമ്മ അമ്മ എന്തിനാ എന്നെ വിടായിരുന്നു? അമ്മ നല്ല പണി കേട്ടോ കാണിച്ചേ. അവരും പോയിട്ട് വരട്ടെ മക്കളെ. അയ്യോ, കിങ്ങിണിപ്പൂച്ച വന്നല്ലോ. അവൾക്ക് ചോറ് കൊടുക്കാൻ മറന്നുപോയി. ചോറ് കൊടുത്തിട്ട് വരാം. ആന്റി, ദേവിക ആന്റി. ആന്റി, ആരാ അത് വിളിക്കുന്നേ? നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ. തുറന്നു നോക്കാം. ആഹാ, മക്കളെ നിങ്ങളായിരുന്നു. ആന്റി, ഞങ്ങളെല്ലാരും കൂടെ ബീച്ചിൽ പോകുന്നുണ്ട്. ആന്റിയും ശിവാനി വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. എപ്പോഴാ പോകുന്നത് നിങ്ങള്? ഞങ്ങളിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഒരുങ്ങാൻ പോവാ. ആ എന്നാ ഞാനിപ്പോ തന്നെ ഒരുങ്ങാൻ പോവാ. ശരി എന്നാ മക്കളെ. അല്ല ശിവാനി എന്തേ? ശിവാനി അവിടെ ഓരോന്ന് കളിച്ചോണ്ടിരിക്കുക. അല്ല, നിങ്ങൾ കളിക്കുന്നുണ്ടോ ശിവാനിയുടെ? ഓ ഇനിയിപ്പോ സമയമില്ല ആന്റി കളിക്കാൻ. ഞങ്ങൾ ഇനി ഉടനെ വീട്ടിൽ ചെന്നിട്ട് ഒരുങ്ങാൻ പോവാ ബീച്ചിൽ പോകാനായിട്ട്. ആ എന്നാ ശരി കുട്ടികളെ. ഓ ഇനി പെട്ടെന്ന് പോയി ഒരുങ്ങട്ടെ. ഓ അങ്ങനെ കിങ്ങിണി പൂച്ചക്കുട്ടിക്ക് ചോറും മീനും കൊടുത്തു. സമാധാനമായി. അവളെ ഇന്നലെ ഒന്നും കണ്ടതേ ഇല്ലല്ലോ. പേടിച്ചു പോയി ഞാനങ്ങ്. അല്ല, അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ. ഞാനപ്പോ എന്താ ചെയ്യാൻ പോവാ. ആ പെട്ടെന്ന് ഒരുങ്ങട്ടെ. നേരത്തെ ബീച്ചിൽ പോയിട്ട് കുറെ സമയം നിക്കണ്ടത്. നേരത്തെ പോണം അതുകൊണ്ട്. ആ കണ്ണന് കൺമണിമോൾ ഇതുവരെ എത്തിയില്ലല്ലോ. അവരിത് എവിടെ പോയി? ഞങ്ങളെത്തി. ആ അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞ മക്കളെ. ആ അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഒരുങ്ങി എത്ര പെട്ടെന്ന്. മക്കളെ നിങ്ങൾ രണ്ടുപേരും പോയി ഒരുങ്ങ്. അത് കൺമണിമോള് പോയി പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വാ. ശരിയമ്മേ. മക്കളെ പോയി റെഡി ആയിട്ട് വാ. ശരിയമ്മേ. ആ ഞാൻ റെഡിയാ. നമുക്കിനി പോവാം. അല്ല ദേവേ ശിവാനിയുടെ കാര്യം? അവര് ബസ് സ്റ്റോപ്പിൽ കാണും. നമുക്ക് പോവാം. ആ നമുക്ക് പോവാം. ആഹാ ദേവിക്ക് നിങ്ങളിവിടെ ഉപ്പുണ്ടായിരുന്നോ? ഞങ്ങളാണ് നിങ്ങൾ വരുന്ന കാത്തു വെക്കുമായിരുന്നു ഇവിടെ. ആഹാ, ബസ് വല്ലതും പോയോ? ആ ബസ് ഒരെണ്ണം പോയി. അയ്യോ, ബസ് പോയോ? അത് നമുക്ക് ബീച്ചിൽ പോയുള്ള ബസ്സല്ല, വേറെ എങ്ങോട്ട് പോകുന്ന ബസ്സാ പോയെ. ഓ ഞാനങ്ങ് പേടിച്ചു പോയി. ആ ദേവിക്ക് ബസ് വരുന്നുണ്ട്. കയറിക്കോ. ആ ബീച്ചിലോട്ടുള്ളത്. കയറി കയറി. ആ ബസ് പോട്ടെ പോട്ടെ പോട്ടെ. എന്ത് രസാ ചേച്ചി ബീച്ച്. ശരിയാ, കൊറേ നാളായി ഇപ്പൊ ബീച്ചിൽ വന്നിട്ട്. ഞങ്ങളും കൊറേ നാളായി ബീച്ചിൽ വന്നിട്ട്. ആഹാ, നിങ്ങളും കൊറേ നാളായി ബീച്ചിൽ വന്നിട്ട്. അല്ല ദേവി, ഇതൊന്ന് പറ്റി. ബീച്ചിൽ ഒറ്റ മനുഷ്യനില്ലല്ലോ. ശരിയാ, ബീച്ചിൽ ഒറ്റ മനുഷ്യനെ കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? അത് മാത്രല്ല, ഇന്ന് ഞായറാഴ്ചയും കൂടെ അല്ല, എന്നിട്ട് ഒട്ടും തിരക്കില്ലല്ലോ. ആ ശരിയാ, ഇതെന്തോ പറ്റിയെന്തോ. ആൾക്കാർ ഒറ്റ മനുഷ്യനില്ലല്ലോ ഇവിടെ. ഇനി വല്ല സുനാമി വല്ലതും വരുന്നുണ്ടോ ചേച്ചി? സുനാമി ഒന്നും വരത്തില്ല. ചിലപ്പോ സുനാമിയുടെ മുന്നറിയിപ്പ് ആൾക്കാർക്ക് കിട്ടിക്കണം. എന്നിട്ട് ആൾക്കാരിലോട് രക്ഷപ്പെട്ടുമായിരിക്കും. അതായിരിക്കും ഇവിടെ ആരും കാണാത്തെ. ഇത് അതൊന്നും അല്ല, വേറെന്തോ. വേറെന്തോന്ന്? ഒന്നും പേടിക്കണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം. കുട്ടികളൊക്കെ പോയി കളിക്കട്ടെ. ഞങ്ങൾ എല്ലാരും വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ. ആ എല്ലാരും സൂക്ഷിച്ചിറങ്ങിക്കോ. മക്കളെ അധികം ഒന്നും വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട കേട്ടോ, ഇവിടെ നിന്നാ മതി. അല്ല ചേച്ചി, ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ ഇതുവരെ കണ്ടതേ ഇല്ലല്ലോ. ഓ രമേശേട്ടനാണെങ്കിൽ ജോലിയില്ല. അല്ല, ഞാനിതുവരെ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓ രമേശേട്ടനാണെങ്കിൽ 1 മാസമായി ജോലിക്ക് പോയേക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് വലിയ ജോലിയാണ്. അതുകൊണ്ട് 1 മാസമാണ് നിൽക്കാൻ പോയി. 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും രമേശേട്ടൻ. ആഹാ, 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും. ആ അതെന്തായാലും നല്ല കാര്യമാണ്. അല്ല ദേവി, നിന്റെ ഭർത്താവ് എപ്പോഴാ ജോലിക്ക് പോന്നേ? ഓ എന്റെ ഏട്ടനാണെങ്കിൽ വെളുപ്പിനെ പോവും ജോലിക്ക്. പിന്നെ രാത്രി ഒരു 11 മണിക്കാകുമ്പോ വരും. ആ അത് ഞാൻ നേരത്തെ ചേച്ചിയുടെ പറഞ്ഞതാണല്ലോ. ഓ ഞാനാണെങ്കിൽ അത് മറന്നുപോയി. നല്ല രസമുണ്ടല്ലേ വെള്ളത്തിൽ കളിക്കാൻ? ശരിയാ ശരിയാ, നല്ല രസമുണ്ട് കളിക്കാൻ. മക്കളെ മതി വെള്ളത്തിൽ കളിച്ചത്, കുറച്ചേരം ഇവിടെ ഇരിക്കേ. ശരിയമ്മേ. ഇതെന്ത് പറ്റി? ബീച്ചിൽ ഒറ്റ മനുഷ്യനില്ലല്ലോ. ശരിയാ ചേട്ടാ, ബീച്ചിൽ വന്നിട്ട് ആരും കാണുന്നില്ലല്ലോ. ഒറ്റ മനുഷ്യനില്ലല്ലോ. ചേട്ടാ ചിലപ്പോ സുനാമി എല്ലാം വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഓടിപ്പോയി. നമുക്ക് വീട്ടിൽ പോയാലോ? സുനാമി ഒന്നുമില്ല, പേടിക്കണ്ടാരും. ചേട്ടാ അത് പിന്നെ ഒരു വശത്ത്
കുഴപ്പമില്ല. എന്തോ ഒരു വശപ്പശുണ്ട് കൺമണിമോള് പറഞ്ഞതുപോലെ. ഓയ് 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 നിങ്ങൾ എന്താ പരിപാടി കാണിക്കുവാ? ഞങ്ങൾ എന്ത് ചെയ്ത്? അല്ലേ ബീച്ചിൽ എന്തോ ഒറ്റ മനുഷ്യനില്ലല്ലോ, എന്ത് പറ്റി? എവിടെ പോയി ആൾക്കാരൊക്കെ? ആ നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞില്ലല്ലേ? എന്തറിഞ്ഞില്ലെന്ന്? ഈ കടലിൽ ഒരു പ്രേതം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 6 മണിയായില്ലേ? 6:15 ആകുമ്പോൾ ഇവിടെ ഒരു പ്രേതം കടലിൽ കൂടെ നടക്കും. ഈ കടലിൽ ഇരിക്കുന്നവരെ ആ പ്രേതം പിടിച്ചങ്ങ് വിഴുങ്ങി തിന്നും. ഞാൻ ഈ കടലിലെ ലൈഫ് ഗാർഡാ. ഈ കടലിൽ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേ നിങ്ങളെ കണ്ടത്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് പോ. 5:30 ആയപ്പോഴേ ഇവിടുത്തെ ആൾക്കാരെ എല്ലാം ഓടിച്ചു തരും. എല്ലാരും പെട്ടെന്ന് പൊക്കോ, ഞാൻ പോകുന്നു. എന്റെ ഭഗവാനെ, പ്രേതോ! ബാ ചേച്ചി, നമുക്ക് ഓടി രക്ഷപ്പെടാം. എന്റെ അമ്മയെ, പ്രേതം! ഇവിടെ ആരുമില്ലേ എനിക്ക് പിടിച്ച് തിന്നാൻ വേണ്ടിട്ട്? എനിക്ക് വിശന്നിട്ട് വയ്യ. ഒറ്റ മനുഷ്യൻ പോലും ഇല്ല ഈ കടലില്. ഏതേലും സമയത്ത് ആരെങ്കിലും ഈ ബീച്ചിലോട്ട് വരും, അവരെ ഞാൻ വിഴുങ്ങി തിന്നും. ചേച്ചി, ഒറ്റ ബസ് പോലും വരുന്നില്ലല്ലോ. ശരിയാ ദേവി, ഒറ്റ ബസ് പോലും വരുന്നില്ല. നല്ലോണം ഇരുട്ടി. നമുക്കൊന്ന് ഓട്ടോയ്ക്ക് പോയാലോ? ഷെയർ ഇടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും. എന്നാ നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ഇടാം. ഓട്ടോ വരുമ്പോ എൻ്റെ അകത്ത് കയറി പോവാ. ചേട്ടാ, ഒരു ഓട്ടോ പോലും വരുന്നില്ലല്ലോ. ചേച്ചി, നമുക്കൊന്ന് നടക്കാം. അയ്യോ, നടക്കാന്ന് വെച്ചാൽ കുറെ ദൂരമില്ല വീട്ടിലോട്ട്. ഇങ്ങനെ നിന്നാ പാതിരാത്രിയാവും നമ്മളിവിടെ നിന്ന്. എന്തായാലും നമുക്ക് നടന്നു പോവാം. വഴിയിൽ വെച്ച് ഏതെങ്കിലും ഓട്ടോ കിട്ടുവാണെങ്കിൽ എൻ്റെ അകത്ത് കയറി പോവാ. എന്നാ അങ്ങനെ പോവാ. മക്കളെ നമുക്ക് എല്ലാവർക്കും കൂടെ നടന്നു പോവാം. ബാ മക്കളെ പോവാ. എന്റെ ഭഗവാനെ, നല്ലോണം ഇരുട്ടിയല്ലോ. ഇതുവരെ ഒറ്റ ഒരു ഓട്ടോ പോലും പോയില്ല. ഇതുവരെ ഒറ്റ ഒരു ബസ് പോലും പോയില്ല ഈ വഴി കൂടെ. ഇതൊന്ന് പറ്റിയാവോ? എന്റെ അമ്മയെ, ഞാൻ ഏറ്റവും പോലെ നടക്കുന്ന പേടി വന്നിട്ട് വയ്യ. ദേവിക്ക്, എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം. അത് പെട്ടെന്ന് അത് നമ്മുടെ വീട്ടില്. എന്നാ ചേച്ചി പറഞ്ഞ ഷോർട്ട് കട്ട് വഴി നമുക്ക് പോവാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം ചേച്ചി? ആ ഒരു വഴി ഭയങ്കര കാടാ. ഉയ്യോ, കാടാണോ? കാടെന്ന് പറഞ്ഞാ വലിയ കാടൊന്നും ഇല്ല, ചെറിയൊരു ടൈപ്പ് കാട്. കുറെ മരങ്ങളെ മാത്രമേ ഉള്ളൂ. എന്നാ നമുക്ക് അങ്ങനെ പോവാ. കടലിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ആ ഷോർട്ട് കട്ട് വഴി പോവാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അന്ന് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും പോവാം. ചേച്ചിക്ക് കുറച്ച് വഴിയൊക്കെ അറിയാലോ. ഞാനൊരു മനുഷ്യട്ട് ഈ സിറ്റിയിലോട്ട് വന്നിട്ട് ഞങ്ങളുടെ സിറ്റി കിട്ടാത്ത സാധനമൊക്കെ വാങ്ങിക്കാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ആ ഷോർട്ട് കട്ട് വഴി. അതുകൊണ്ട് എനിക്ക് നല്ലോണം വഴി അറിയാം, പേടിക്കണ്ട. എന്നാ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എന്നാ നടക്ക് ചേച്ചി. അയ്യോ, നല്ലോണം ഇരുട്ടി. ചേച്ചി, എനിക്ക് പേടി വരുന്നു. പേടിക്കൊന്നും ചെയ്യേണ്ട ദേവിക. ഈ കണ്ടി വന്യമൃഗങ്ങളൊന്നും ഇല്ല. ചേച്ചിക്ക് അറിയാമോ ഇവിടെ വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്ന്? അല്ല, ഇവിടെ വന്യമൃഗങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല സത്യമായിട്ട്. എന്തായാലും ഇത്രയും വരെ എത്തി, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. എന്തായാലും നടക്കാം. നടക്കാം എന്നാ. അയ്യോ, നല്ലോണം ഇരുട്ടിയില്ല. ടോർച്ച് പോലും ഇല്ല കയ്യില്. ആകെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആ ഫോണിന്റെ ചാർജ് തീരാറായി. എന്റെ ഫോണിന് 10% ചാർജേ ഉള്ളൂ. ചാർജ് കുത്തിയിടാൻ മറന്നുപോയി. ദേവിക്ക്, നിന്റെ ഫോണിന് എത്ര ചാർജ് ഉണ്ട്? ചേച്ചി, എന്റെ ഫോണിനകത്ത് 5% ചാർജേ ഉള്ളൂ. അയ്യോ, 5% ഉള്ളു ചാർജ്. ചേച്ചി, എനിക്ക് അത്ര ചാർജേ ഉള്ളൂ. അല്ല, എന്നിട്ട് ചേച്ചിക്ക് എത്ര ചാർജ് ഉണ്ട്? എനിക്ക് 10% മാത്രമേ ചാർജ് ഉള്ളൂ. നീ എന്ത് ചെയ്യാവൂ? ഇനി എന്ത് ചെയ്യാനാ? വരുന്നിടത്ത് വെച്ച് കാണാം. നടക്കും എല്ലാരും. ചേച്ചി, നമ്മുടെ ഫ്രണ്ടിലൊരു കുളം. നമുക്ക് വെള്ളം കുടിച്ചാലോ കുളത്തിന്ന്? ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കണ്ട, അഴുക്ക് കുളം. അത് മൊത്തം അണുക്കളൊക്കെ ആയിരിക്കും. വേണ്ട. എന്നാ ചേച്ചി പെട്ടെന്ന് നടക്ക്. ദേവിക, ഈ കാടും കൂടെ കഴിഞ്ഞാലേ റോഡെത്തും. പിന്നെ റോഡിന്റെ വീട്ടിലോട്ട് കുറച്ച് ദൂരമുള്ളു. ഇപ്പോഴൊരു സമാധാനമായി. ആരാടാ എന്റെ കാട്ടിൽ കൂടെ നടക്കുന്നേ? ഓടാ. എന്റെ ഭഗവാനെ, ദേവിക അതാരാ? എനിക്കറിയത്തില്ല ചേച്ചി അതാരാന്ന്. ആരാത്? ഞാൻ ഈ കാട്ടിലെ പ്രേതം. പ്രേതോ? പറ, നിങ്ങൾ എന്തിനു വേണ്ടി ഈ കാട്ടിൽ പ്രവേശിച്ചേ? ഈ കാട്ടിലെ മരം വെട്ടാൻ വന്നതാണോ നിങ്ങൾ? അയ്യോ, ഞങ്ങള് മരം വെട്ടാനൊന്നും വന്നതല്ല. പിന്നെന്തിനാ നിങ്ങൾ വന്നേ? ഞങ്ങളുടെ വീട്ടിലോട്ട് ഈ കാട് ഭയങ്കര എളുപ്പമായി. അതുകൊണ്ട് ഈ കാട്ടിൽ കൂടെ പോയി ഞങ്ങൾ എന്ത് ചെയ്യല്ലേ? നിങ്ങൾ അപ്പോൾ മരം വെട്ടാൻ വന്നതല്ലോ. ഞങ്ങൾ
നിങ്ങൾക്ക് കൊള്ളാം എല്ലാരും പൊക്കോ പെട്ടെന്ന്